ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. അപ്പോൾ ഇവിടുത്തെ വെൽ സാവ് ഡോങ് വാട്ടർഫാളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് ഇറങ്ങണം, ഒരു 400 സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഒരു 400 സ്റ്റെപ്പ് തിരിച്ചിട്ട് കയറണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. ചിറാപുഞ്ചിയിലെ മൗസ്മായി ഗുഹ ഉണ്ടല്ലോ, ചുണ്ണാമ്പ് ഗുഹ, അവിടുന്ന് പോരാണ്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇഷ്ടംപോലെ വാട്ടർഫാൾ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫാൾ ആണ് വെയ് സാവ് ഡോങ് വെള്ളച്ചാട്ടം. ഇപ്പൊ ഇവിടെ കോട വന്നിട്ടുണ്ട്. എനിക്ക് കോട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇടക്കിടക്ക് കോട ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്ഥലമാണല്ലോ ചിറാപുഞ്ചി. മഴയുമുള്ള നാട്. പക്ഷെ മഴ ഇപ്പൊ കുറവാണ്, കണ്ടില്ല, കോട നല്ല അടിപൊളിയിരിക്കുന്നത്. അപ്പൊ വെയ് സാവ് ഡോങ് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുറച്ച് ഓടാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാ. ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ല ഉണ്ട് ഈ ചിറാപുഞ്ചിയിലെ. ചിറാപുഞ്ചിക്ക് വേറൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നേ, സോറ. അവിടെയുള്ള ലോക പ്രശസ്തവും അതിശയകരവുമായ 3 തട്ടുകളുള്ള വെള്ളച്ചാട്ടമാണ് വെയ് സോങ് ഡോങ് എന്ന വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു പടിക്കെട്ട് പോലുള്ള ഒരു ഘടനയാണുള്ളത്. അതിന് പേര് കേട്ട കാസ്കേഡിങ് വെള്ളം. പിന്നെ ഇതിന് ചുറ്റും ചുണ്ണാമ്പുകളില് പാറക്കെട്ടുകളില് തട്ടി ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരു നീല കളർന്ന ഒരു പച്ച നിറത്തിലുള്ള പിന്നെ മരതക പ്രകൃതിയത്തെ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്കാണ് ഇത് ഒഴുകുന്നത്. ഇവിടുത്തെ ഈ ഭാഷയിൽ ഇതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെയ് സോങ് ഡോങ് എന്നുള്ള. അതില് ഇവരെ പ്രാദേശിക ഭാഷ ഖാസി ഭാഷയാണ്. അതിൽ വെയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം എന്നർത്ഥം, കുളം തടാകം എന്നുള്ളതാണ്. പിന്നെ സാവ്ഡോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചതുരാകൃതിയിലുള്ളത് എന്നുള്ളതാണ് ഇതിനർത്ഥാക്കുന്നത്. മേഘങ്ങളുടെ വാസസ്ഥലം, അതാണ് നമ്മുടെ മേഘാലയ. സമൃദ്ധമായ കുന്നുകള്, ജീവസുറ്റ വേരുകള്, വെള്ളച്ചാട്ടങ്ങള്, ഊർജ്ജസ്വലമായ തദ്ദേശീയ സംസ്കാരങ്ങള് എന്നിവയിൽ പ്രശസ്തമായ ഒരു വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമാണ് ഈ മേഘാലയ. വടക്ക് ആസാം, പിന്നെ തെക്ക് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത്. പിന്നെ ലോകോത്തര ട്രക്കിങ്, ഗുഹ, മനോഹരമായ ഡ്രൈവുകള്, ഇതൊക്കെയുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. ഈ മേഘാലയ 1970 വരെ ആസാം സംസ്ഥാനത്തിനുള്ള ഒരു സ്വയംഭരണാവകാശമായുള്ള ഒരു പ്രദേശമായി മാറിയിട്ടുള്ളത് 1970 ഏപ്രിൽ 2-നാണ് രൂപം കൊണ്ടത്. പിന്നെ 1972-നാണ് ഇതില് ഒരു സംസ്ഥാനമായിട്ട് മാറിയത്. ഇവിടുത്തെ 80% ജനങ്ങളും കർഷകരാണ്. പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണില് നെല്ല്, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, കരിമ്പ്, എണ്ണക്കുരുകള്, പരുത്തി, ചണം, ചോളം ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലും ഇവിടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. ഉയർന്ന ജലസേചന സൗകര്യമുണ്ട് ഇവിടെ. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് ഈ മേഘാലയ. ഈ മേഘാലയ ഫ്ലൈവുഡ്സ് പിന്നെ ചില ഖനന കമ്പനികൾ എന്ന് ചോദിച്ചാല് പൊതുവെ വ്യാവസായികമായിട്ട് പിന്നോക്കമുള്ള ഒരു സംസ്ഥാനമാണ് ഈ മേഘാലയ. ഇപ്പം മേഘാലയ ടൂറിസം കൊണ്ട് അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ ഒരു ഇരുമ്പിന്റെ പാലം. ഇവിടെ പാലങ്ങൾ കുറെ ഉണ്ട്, കാരണം ചെറിയ ചെറിയ തോടുകളും പുഴകളും ഒക്കെ ഉള്ളതുണ്ട്. ഈ ട്രക്കിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ഈ ഹാങ്കിങ് ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. നമ്മുടെ പിന്നെ റൂട്ട് ബ്രിഡ്ജിക്ക് പോകുന്നവിടെ കണ്ടില്ലേ, ഒരാൾക്ക് കിടക്കാനുള്ള വീതിയിലുള്ള പാലങ്ങളുണ്ട്. പിന്നെ ഒരു 2 അടി വീതിയിലുള്ളതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പാലങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കോട ഈ ഭാഗത്തേക്ക് കോട വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഡ്രൈവർ സ്ഥലം എത്താനായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെയ് സാവ് ഡോങ് അതാണ് ഈ വാട്ടർഫാളിന്റെ പേര്. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ഞങ്ങോട്ടേ കുറച്ച് ഇറങ്ങി പോകണം. കുറച്ച് ഇറങ്ങാറിന കുറച്ച് താഴേക്കും പോകണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഇവിടുത്തെ എല്ലാ വെള്ളച്ചാട്ടങ്ങളും കാണാൻ പോണെങ്കിലും കുറച്ച് നടക്കണം. നടക്കാത്ത ഒരു പരിപാടി മേഘാലയയിൽ വന്നാലില്ല. അപ്പൊ അത്യാവശ്യം നടക്കാൻ കഴിയുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഇത് ഒരു കോൺക്രീറ്റ് സ്റ്റെപ്പാണ്. ഇതിങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ താഴെ അവിടെ ഒരു പിന്നെ റോഡുണ്ട്. ആ റോഡിൽ നിന്ന് പിന്നെ നമുക്ക് വീണ്ടും താഴേക്ക് അങ്ങനെ ഈ ഒരു മല ഉണ്ടല്ലേ, ഇതിന്റെ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക്
എത്തണം. അപ്പൊ ഇതല്ല വെള്ളച്ചാട്ടം വേറെയാണ് ഉള്ളത്. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വ്യൂ പോയിന്റും ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഇറങ്ങി അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവാണ്. ഇത് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിലേക്കാണ് എത്തുന്നത്. ഇതിന്റെ മുകളിലെ റോഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് താഴെ റോഡിലെത്തി, പിന്നെ അവിടുന്ന് പിന്നെ താഴേക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ അതാണ് റോഡ്. ഇവിടെയും സ്റ്റിക്ക് വാടക കിട്ടും, 20 രൂപ. ഇവിടെയൊക്കെ എൻട്രി ഫീ ഉണ്ട് ഈ വാട്ടർഫാൾ കാണാനുള്ളത്. അതിന്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. 50 രൂപയാണ് ചാർജ് ഒരാൾക്ക്. അപ്പൊ ഇവിടുന്ന് വടിയും വാടക എടുത്തിട്ട് ഇന്റെ അടുത്ത് തന്നെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി അങ്ങനെ പോണം. എന്നാണ് നമ്മുടെ വാട്ടർഫാളിന്റെ അവിടേക്ക് എത്തുക. താഴ്ത്തിറങ്ങിക്കോ. ഓണാണ് രണ്ട് സ്റ്റെപ്പ് മുങ്ങി ഇറങ്ങട്ടെ. ആ ഒരു ഏകദേശം ഒരു 400 സ്റ്റെപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി ആയിക്കോട്ടെ. ഇറങ്ങുമ്പോ സുഖമാണ്, കയറാനാ ബുദ്ധിമുട്ട്. ഓക്കെ ആയിക്കോ. ഇത് ഇവിടുത്തെ ഗ്രാമവാസികള് നമ്മളെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇറക്കാനും കയറ്റാനുള്ള സാധനം. ബാക്കിൽ പലക വെച്ചിട്ട് നമ്മള് ചാക്ക് കൊണ്ടുപോകുന്ന ഇതിലാക്കി കൊണ്ടുപോകും. ഇപ്പൊ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വാട്ടർഫാൾ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് വ്യൂ പോയിന്റ് ഉണ്ടല്ലേ. ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ വെള്ളച്ചാട്ടം അങ്ങനെ കാണുന്നൊരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് വാട്ടർഫാളിന്റെ അടുത്തേക്ക് താഴേക്ക് വെള്ളത്തിലേക്ക് പോകുന്ന ഭാഗം വേറുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാം. പൊട്ടനും പോയി മണ്ടനും പോയി പോട്ടും കിട്ടിയായില്ല. എന്തിനാട്ടം वहाँ से रुक जाओ, आप लोग ऊपर रुक जाओ वहाँ पे।
ഇത് മഴയല്ലപ്പാ. ഇഡ്ഡലി. ഭയങ്കര ശബ്ദമാണ് ഇവിടെ. നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ പലക ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വന്ന് അതിന്റെ മുകളിലുള്ള വ്യൂ പോയിന്റ് ചിലർ അവിടെ വന്നിട്ട് അതങ്ങനെ കണ്ടു മടങ്ങിപ്പോവുകയും ചെയ്യും. ഇതിപ്പോ നമ്മള് അതേ ലെവലിൽ തന്നെ എത്തിയിട്ട് ഇതിന്റെ വിശദീകരണമൊക്കെയാണ് മുമ്പ് പറഞ്ഞില്ല. അവിടെ ഭയങ്കര ശബ്ദമാണ് ഇപ്പോൾ. Tokyo.
അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ് ഇനി. ഒന്ന് വഴിക്ക് അങ്ങനെ പോണേ. ഇങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ മുള ഉണ്ടല്ലോ, മുള വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ പലക അടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ 50 രൂപ എൻട്രി ഫീ വാങ്ങുന്നത് ഈ മുള നേരത്തെ കണ്ടില്ല, മുള ഉള്ളത് അതൊക്കെ കെട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലാണ്. അല്ലാണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വേറെ കാര്യമായിട്ട് പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ഏകദേശം മുകളിലേക്ക് എത്താനായിക്കുന്നു. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക്, ആ റോഡിന്റെ ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗം ഉള്ളത്. അങ്ങനെ വാട്ടർഫാൾ കണ്ട് മടങ്ങി. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.